ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. സുസുക്കി മോട്ടോഴ്സിന്റെ മുൻ ചെയർമാൻ ഒസാമു സുസുക്കി അന്തരിച്ചു. 94 വയസ്സായിരുന്നു. ഇന്ത്യയിൽ ഏറെ ജനപ്രിയമായ മാരുതി 800 എന്ന കാറിന്റെ ഉപജ്ഞാതാവാണ് ഇദ്ദേഹം. സുസുക്കിയെ ആഗോള ബ്രാൻഡാക്കി വളർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചയാളാണ് ഒസാമു. മാരുതി ഉദ്യോഗിനു പുറമെ ജനറൽ മോട്ടോഴ്സ്, ഫോക്സ് വാഗൻ കമ്പനികളുമായും ചേർന്ന കാറുകൾ പുറത്തിറക്കി. 1980-ൽ ഇന്ത്യൻ വിപണിയിൽ പ്രവേശിച്ച സുസുക്കി പിന്നീട് രാജ്യത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളിലൊന്നായി മാറി. മധ്യ ജപ്പാനിലെ ജിഫിയിൽ 1930-ൽ ജനിച്ച ഒസാമു സുസുക്കി 1988-ലാണ് സുസുക്കി മോട്ടോഴ്സിൽ ചേരുന്നത്. സുസുക്കി കമ്പനിയുടെ തലപ്പത്ത് 40 വർഷത്തോളം തുടർന്ന ഒസാമു 2021-ലാണ് സ്ഥാനമൊഴിയുന്നത്. ചെയർമാൻ സ്ഥാനമൊഴിഞ്ഞ ശേഷവും കമ്പനിയുടെ ഉപദേശകനായി പ്രവർത്തിച്ചു. ക്യാൻസർ രോഗബാധയെ തുടർന്നായിരുന്നു അന്ത്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 10,000 രൂപയിൽ താഴെ വിലയുള്ള പുതിയ ബജറ്റ് സ്മാർട്ട് ഫോൺ അവതരിപ്പിച്ച് ലാവ. ക്യാമറ മൊഡ്യൂളിലെ നോട്ടിഫിക്കേഷൻ ലൈറ്റ് ഉൾപ്പെടെ ഈ സെഗ്മെന്റിലെ മറ്റ് ഫോണുകളെ വെല്ലുവിളിക്കുന്ന ഫീച്ചറുകളുമായാണ് യുവ 2 5G സ്മാർട്ട് ഫോണിന്റെ വരവ്. ലാവയുടെ ജനപ്രീതി നേടിയ യുവ സീരീസിലെ ഏറ്റവും പുതിയ മോഡലായി യുവ 2 5G ആണ് പുതുതായി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. മറ്റ് സ്മാർട്ട് ഫോണുകളിൽ നിന്ന് കാഴ്ചയിൽ വ്യത്യസ്തമായ ഒരു ക്യാമറ മൊഡ്യൂളുമായാണ് ഈ ബജറ്റ് 5G ഫോൺ എത്തിയിരിക്കുന്നത്. ക്യാമറ മൊഡ്യൂളിനൊപ്പം ഒരു നോട്ടിഫിക്കേഷൻ ലൈറ്റും നൽകിയിട്ടുണ്ട്. ആപ്പ്, സിസ്റ്റം നോട്ടിഫിക്കേഷനുകളും ഇൻകമിംഗ് കോളുകളും വരുമ്പോൾ ക്യാമറയ്ക്ക് ചുറ്റുമുള്ള നോട്ടിഫിക്കേഷൻ ലൈറ്റ് മിന്നിമറയും. 10,000 രൂപയിൽ താഴെ വിലയുള്ള ഒരു 5G ഫോണിൽ ഇതാദ്യമായാണ് ഇത്തരമൊരു ഫീച്ചർ അവതരിപ്പിക്കപ്പെടുന്നതെന്ന് കമ്പനി അവകാശപ്പെട്ടു. 6.67 ഇഞ്ച് HD+ LCD സ്ക്രീൻ, 90 Hz റിഫ്രഷ് റേറ്റ്, 700 നൈറ്റ്സ് വരെ പീക്ക് ബ്രൈറ്റ്നസ് എന്നിവയുമുണ്ട്. ഒക്ടോകോർ 6nm യൂണിസോക് T760 ചിപ്സെറ്റാണ് ഈ ഫോണിന്റെ കരുത്ത്. 4GB റാം, 128GB UFS 2.2 ഇന്റേണൽ സ്റ്റോറേജ്, മൈക്രോ SD ഉപയോഗിച്ച 1TB വരെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാനുള്ള സൗകര്യം എന്നിവയുമുണ്ട്. ആൻഡ്രോയിഡ് 14 അടിസ്ഥാനമാക്കിയാണ് ഫോണിന്റെ പ്രവർത്തനം. 50 മെഗാപിക്സൽ മെയിൻ ക്യാമറയോടൊപ്പം 2 മെഗാപിക്സൽ AI ക്യാമറയും LED ഫ്ലാഷും അടങ്ങുന്നു. സെൽഫിക്കും വീഡിയോ കോളുകൾക്കുമായി 8 മെഗാപിക്സൽ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയും ഫോണിലുണ്ട്. 18 വാട്ട് ചാർജിംഗ് ഉള്ള 5000 mAh ബാറ്ററിയാണ് ഫോണിലെ മറ്റു പ്രധാന ഫീച്ചർ. മാർബിൾ ബ്ലാക്ക്, മാർബിൾ വൈറ്റ് നിറങ്ങളിൽ മാർബിൾ ഫിനിഷോട് കൂടി വരുന്ന യുവ 2 5Gയുടെ പ്രാരംഭ വില 9,499 രൂപയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഇന്ത്യയിലെ ജനപ്രിയ ബൈക്കുകളിലൊന്നായി മാറിയ ഹോണ്ട യൂണിക്കോൺ പുതിയ ഫീച്ചറുകളുമായി പുതുവർഷത്തിലേക്ക്. വരാനിരിക്കുന്ന ഓൺബോർഡ് ഡയഗ്നോസ്റ്റിക് സിസ്റ്റം മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് പുതിയ യൂണിക്കോണിന്റെ വരവ്. പുതിയ LED ഹെഡ് ലാമ്പും ക്രോം അലങ്കാരങ്ങളും സഹിതമാണ് ഹോണ്ട യൂണിക്കോണിന്റെ രണ്ടാം വരവ്. പേൾ ഇഗ്നിയസ് ബ്ലാക്ക്, മാറ്റ ആക്സിസ് ഗ്രേ മെറ്റാലിക്, റേഡിയന്റ് റെഡ് മെറ്റാലിക് എന്നിങ്ങനെ 3 നിറങ്ങളിൽ പുതിയ യൂണിക്കോൺ എത്തുമ്പോൾ പഴയ പൾസറൈൻ ബ്ലൂ ഒഴിവാക്കിയിട്ടുണ്ട്. ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററോടുകൂടിയാണ് പുതിയ യൂണിക്കോണിന്റെ വരവ്. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഇക്കോ ഇൻഡിക്കേറ്റർ, സർവീസ് ഡ്യൂ ഇൻഡിക്കേറ്റർ എന്നിവ അടക്കമുള്ള വിവരങ്ങൾ പുതിയ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലുണ്ട്. ഇതിനു പുറമെ USB Type-C ചാർജിംഗ് പോർട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നു. സിംഗിൾ സിലിണ്ടർ അപ്ഡേറ്റഡ് 162.71cc എഞ്ചിനാണ് 2025 ഹോണ്ട യൂണിക്കോണിലുള്ളത്. കരുത്തും പെർഫോമൻസും കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. 13 bhp കരുത്തും 14.58 Nm ടോർക്കുമാണ് യൂണിക്കോണിന്റെ പുതിയ എഞ്ചിൻ പുറത്തെടുക്കുക. പഴയ യൂണിക്കോണിനേക്കാൾ 8,150 രൂപയുടെ വർധനവും പുതിയതിൽ ഹോണ്ട വരുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഉപയോക്താക്കൾക്കായി പുത്തൻ ഫീച്ചർ അവതരിപ്പിച്ച് വാട്സാപ്പ്. ആപ്പിനുള്ളിൽ തന്നെ ഡോക്യുമെന്റുകൾ നേരിട്ട് സ്കാൻ ചെയ്യാൻ അനുവദിക്കുന്നതാണ് പുതിയ ഫീച്ചർ. ഏറ്റവും പുതിയ വാട്സാപ്പ് പതിപ്പുള്ള ചില iOS ഉപയോക്താക്കൾക്കാണ് നിലവിൽ ഈ സേവനം ലഭ്യമായിട്ടുള്ളത്. ഫീച്ചറിലൂടെ വാട്സാപ്പ് ഉപയോക്താക്കൾക്ക് ബാഹ്യ സ്കാനിംഗ് ടൂളുകളോ തേർഡ് പാർട്ടി ആപ്പുകളോ ആവശ്യമില്ലാതെ ഡോക്യുമെന്റ് സ്കാൻ ചെയ്യാൻ സാധിക്കും. ഫോൺ ക്യാമറ ഉപയോഗിച്ച ഡോക്യുമെന്റ് വേഗത്തിൽ സ്കാൻ ചെയ്യാൻ കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്പോൾ ഐഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ലഭ്യമായ ഫീച്ചർ വരും ആഴ്ചകളിൽ കൂടുതൽ ഉപയോക്താക്കളിലേക്കെത്തും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് തന്നെ BSNL 4G വ്യാപനം പൂർത്തിയാക്കുമെന്ന TCS. തദ്ദേശീയമായി 4G ടെക്നോളജി വികസിപ്പിക്കാൻ സമയമെടുത്തു. എന്നാൽ കരാർ പ്രകാരം തന്നെ പ്രവർത്തനം പൂർത്തിയാക്കുമെന്നും TCS ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ N. ഗണപതി സുബ്രഹ്മണ്യം പറഞ്ഞു.
1,00,000 സൈറ്റുകളിൽ 4G എത്തിക്കാനാണ് BSNL TCS നേതൃത്വത്തിലുള്ള കൺസോർഷ്യത്തിന് കരാർ നൽകിയിരിക്കുന്നത്. 2025 മെയ് മാസത്തോടെ 1,00,000-ലധികം ബേസ് സ്റ്റേഷനുകളിൽ 4G സേവനങ്ങൾ വിന്യസിക്കാനാണ് BSNL ലക്ഷ്യമിടുന്നതെന്നും 2025 ജൂണിൽ 5G സേവനങ്ങൾ ലഭ്യമാകുമെന്നും ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയും അറിയിച്ചിരുന്നു. ജോലികൾ ക്രമാനുഗതമായി പുരോഗമിക്കുന്നതിനാൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പദ്ധതി പൂർത്തിയാക്കുമെന്ന് TCS ഉറപ്പു നൽകി. 4G വ്യാപനത്തിൽ കാലതാമസം നേരിട്ടു എന്ന ആരോപണങ്ങൾ തള്ളിയ TCS 2023 ജൂലൈയിൽ നൽകിയ 4G, 5G റോളൌട്ടിനുള്ള കരാറിന് 24 മാസത്തെ സമയപരിധിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. പദ്ധതി അതിവേഗം പുരോഗമിക്കുകയാണെന്നും ലക്ഷ്യം കൈവരിക്കുമെന്നും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഗണപതി സുബ്രഹ്മണ്യം പറഞ്ഞു. നിലവിൽ 62,000-ലധികം സൈറ്റുകളിൽ BSNL 4G ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. തദ്ദേശീയമായി വികസിപ്പിച്ച ടെക്നോളജി ഉപയോഗിച്ചാണ് BSNL 4G വ്യാപനം പുരോഗമിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട നവകേരള ബസ് വീണ്ടും നിരത്തിലേക്ക്. കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ സർവീസ് ആരംഭിക്കുന്ന ബസിന്റെ ടിക്കറ്റ് നിരക്ക് കുറയ്ക്കുമെന്ന് അധികൃതർ പറഞ്ഞു. സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി രൂപമാറ്റം വരുത്തിയ നവകേരള ബസ് ബംഗളൂരുവിൽ നിന്നും കോഴിക്കോട് എത്തിച്ചു. മുൻപുണ്ടായിരുന്നതിനേക്കാളും ടിക്കറ്റ് നിരക്ക് കുറച്ചുകൊണ്ടാണ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ ബസ് സർവീസ് പുനരാരംഭിക്കുക. 11 സീറ്റുകൾ അധികമായി ഘടിപ്പിച്ചിട്ടുണ്ട്. ആകെ 37 സീറ്റുകളാണ് ബസ്സിലുള്ളത്. എസ്കലേറ്റർ, പിൻഡോർ എന്നിവ ഒഴിവാക്കി. പകരം മുൻഭാഗത്ത് മാത്രമാണ് ഡോർ ഉള്ളത്. ഇതോടൊപ്പം ബസ്സിൽ ശൗചാലയം നിലനിർത്തിയിട്ടുണ്ട്. ബംഗളൂരു കോഴിക്കോട് യാത്രയ്ക്ക് 930 രൂപയാണ് ഈടാക്കുക. നേരത്തെ ഇത് 1280 രൂപയായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.